സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാനാകില്ല എന്ന് ഗവർണർക്ക് നിയമോപദേശം. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഗവർണർക്ക് നിയമോപദേശം നൽകി. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യവും കോടതി നടപടികൾ തുടരുന്നതും മുൻനിർത്തിയായിരുന്നു ഗവർണർ നിയമോപദേശം തേടിയത്. സജി ചെറിയാൻ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിയമപ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഗവർണർ നിയമോപദേശം തേടിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്നാണ് നിയമോപദേശം. സത്യപ്രതിജ്ഞ ഒരുക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചാൽ ഗവർണർക്ക് തള്ളാനാകില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും സ്റ്റാൻഡിംഗ് കൌൺസിൽ നൽകിയ നിയമോപദേശത്തിലുണ്ട്. ഗവർണർ നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തും. വിഷയത്തിൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നും ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ഗവർണർ നിയമോപദേശം തേടാനുള്ള സാധ്യതയുമുണ്ട്. ഗവർണറുടെ നീക്കങ്ങൾക്കിടയിലും സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടിയും സർക്കാരും. ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ. മന്ത്രിയെ തീരുമാനിക്കുക അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് തീയതി നിശ്ചയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. MLA ആയ ഏതൊരാൾക്കും മന്ത്രിയാകുമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ. ഹൈക്കോടതി സജി ചെറിയാന് അയോഗ്യത കൽപ്പിച്ചിട്ടുമില്ല. മുൻപ് താൻ തന്നെ വിമർശിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിലെ അതൃപ്തി പ്രകടമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഗവർണർ നിയമോപദേശം തേടിയതെന്ന സൂചനയും ശക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും ഡാൻ കുര്യൻ, News 18.